നവോത്ഥാൻ്റെ പോർട്ടലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഈ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് RFPക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്നുള്ളത്, അതായത് നിങ്ങൾക്ക് കണ്ട ഓരോ ലാൻഡിനും എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഇപ്പോൾ എടുക്കേണ്ട ലിങ്ക് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ബ്രൗസർ എടുത്തിട്ട് rfp.capco.co.in അടിച്ചാൽ മതി. ഓക്കെ, ഈ ഒരു ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ബ്രൗസറിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു പോർട്ടലായിരിക്കും നിങ്ങൾ എത്തുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് rfp.capco.co.in എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഡിഫോൾട്ട് നിങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാനാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പറും പിൻ നമ്പറും നിങ്ങൾ ജനറേറ്റ് ചെയ്ത പിന്നും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എന്നാണെങ്കിൽ നിങ്ങളുടെ താഴെ കാണുന്ന സൈനപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ സൈനപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും പിൻ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളെ EOI കൊടുത്ത സമയത്തുള്ള മൊബൈൽ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. നമ്മളെ 10 മൊബൈൽ നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്ന് കൊടുക്കുക. 4 ഡിജിറ്റാണ് പിന്ന് വരുന്നത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങളുടെ പേര് കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക. ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റർ ആയിട്ടുണ്ട്. ഇവിടെ സക്സസ് എന്നൊരു പച്ച ടിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗോ ടു സൈൻ ഇൻ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ കൊടുത്ത നിങ്ങളുടെ ഈ ഒരു ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. നിങ്ങൾ കൊടുത്ത ആ ഒരു യൂസറിനെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിരിക്കും. പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കൊടുത്ത പാസ്വേഡ് ആയിരിക്കും, ഒരു 4 ഡിജിറ്റ്. പിന്നെ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും ഡാഷ്ബോർഡ് വരുന്നുണ്ടാവുക. ഇതിൽ ആദ്യം നമുക്ക് പ്രൊഫൈലിന് പരിചയപ്പെടാം. പ്രൊഫൈൽ എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് പ്രൊഫൈലിൽ ഉണ്ടാവുന്നത്. അതായത് നിങ്ങളുടെ പേര്, മെയിൽ ID, ഫോൺ നമ്പർ, ഇത്രയും കാര്യങ്ങളായിരിക്കും പ്രൊഫൈലിൽ ഉണ്ടാവുക. ഇവിടെ ലാംഗ്വേജ് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ലാംഗ്വേജ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മലയാളത്തിലേക്ക് മാറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് FAQ സെക്ഷൻ ഉണ്ട്. FAQ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലുള്ള ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് FAQ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ വായിച്ച് നോക്കാവുന്നതാണ്. ദെൻ ഓരോ ലാൻഡിൻ്റെ ഇൻഫർമേഷനും ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം പ്രൊഫൈൽ സെക്ഷനാണ്. അവിടെ നമുക്ക് ലാംഗ്വേജ്, നിങ്ങളുടെ ലാംഗ്വേജ് ചൂസ് ചെയ്യാം. അപ്പോൾ FAQ സെക്ഷനാണ്. അവിടെ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾ ഈ ഒരു ഡൗട്ടും കാര്യത്തിനകത്ത് അവൈലബിൾ ആണോ, ആൻസേർഡ് ആണോ എന്നുള്ളത്. ഇനി അതല്ല കൂടുതലായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. അടുത്തായിട്ട് ഹോം സ്ക്രീനിലേക്ക് നമുക്ക് വരാം. ഇതാണ് മെയിൻ ഹോം സ്ക്രീൻ. നിങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്ന ഡാഷ്ബോർഡാണിത്. അടുത്തായിട്ട് ഇവിടെ ഒരു അപ്ലൈ ഫോർ RFP എന്നൊരു ഫീച്ചർ ഉണ്ട്. അത് നമുക്ക് പതിയെ പരിചയപ്പെടാം. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നത് ആസ് ഓഫ് നൗ, അതായത് കറൻ്റ്ലി നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലാൻഡുകളാണ് ഈ കാണുന്നത്. ഇവിടെ നിങ്ങളിപ്പം സപ്പോസ് മലപ്പുറത്താണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലപ്പുറം ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പം മലപ്പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ് വഴിക്കടവ് ഒരു ലാൻഡ് അവൈലബിൾ ആണ്. 237 ഏക്കർ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണാൻ പറ്റും. ഇത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ലാൻഡാണ്. മാനേജറെ കോൺടാക്ട് ഡീറ്റെയിൽസ് അല്ലാണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ മാനേജറെ കോൺടാക്ട് ചെയ്ത് അവിടെ പോയി നോക്കി നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ എങ്ങനെയെന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ എന്താ മതി, RFP അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ലാൻഡ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു തിരുവനന്തപുരത്താണ് ഒരു ലാൻഡ് നോക്കുന്നതെങ്കിൽ നമുക്ക് തിരുവനന്തപുരം സെലക്ട് ചെയ്യാം. തിരുവനന്തപുരത്ത് 3 ലാൻഡ് അവൈലബിൾ ആണ്. പക്ഷേ ഇതൊക്കെ ചെറിയ ചെറിയ ലാൻഡുകളാണ്. 2 ഏക്കർ 1 ഏക്കറേ ഉള്ളൂ. നിങ്ങൾ അത്ര ചെറിയ ലാൻഡാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ഓരോ ലാൻഡിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ലാൻഡാണ്. നമ്മളെ കയ്യിൽ RFPക്ക് ഇട്ടിട്ടുള്ള 20 ലാൻഡുകളാണുള്ളത്. ആ 20 ലാൻഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പലതും പല ഏക്കേഴ്സാണ്. ചെറിയ ചെറിയ ഏക്കേഴ്സ്, 1 ഏക്കർ 60 സെൻറ്റ്, 2 ഏക്കർ അങ്ങനെയുള്ളതുണ്ട്. 14 ഏക്കർ, 15 ഏക്കർ, 600 ഏക്കർ വരെ ഉള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ഏതാണോ അത് നോക്കി സെലക്ട് ചെയ്ത് നിങ്ങൾ പറ്റുമെങ്കിൽ ഫീൽഡ് വിസിറ്റ് ഒക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ആ ഒരു ലാൻഡിന് അഗെയിൻസ്റ്റ് RFP അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഒരു ലാൻഡ് എടുക്കാൻ പോവാണ്. അതായത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഇത് കാഞ്ഞങ്ങാടുള്ള ലാൻഡാണ്. ഞാൻ നോക്കി വെച്ച ലാൻഡ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കാഞ്ഞങ്ങാട് 642 ഏക്കർ ഉണ്ട്. നമ്മളെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ 10 ഏക്കറിനെ ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ 50 ഏക്കറിന് വേണമെങ്കിൽ 5 യൂണിറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യണം. ഞാൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ 2 ലാൻഡാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പ്ലാന്റേഷൻ കോർപ്പറേഷൻ 2 ലാൻഡും പിന്നെ എനിക്ക് കോട്ടയത്തുള്ള കൈപ്പുഴയിലുള്ള ഒരു ഏക്കറുള്ള ഒരു ചെറിയ ലാൻഡ് ഉണ്ട്. അതും ഞാൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ സബ് യൂണിറ്റ് എന്നാണ് വിളിക്കുക. 10 ഏക്കർ താഴെയുള്ളതിനൊക്കെ സബ് യൂണിറ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ 2 ലാൻഡ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നോക്കാം.
അതിന് വേണ്ടിയിട്ട് അപ്ലൈ ഫോർ RFP എന്ന സെക്ഷനിലേക്ക് വരിക. ഇവിടെ ഇതെല്ലാം എന്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഫീൽഡുകളാണ്. ഇവിടുത്തെ പ്രത്യേകത ഈ ഓരോ ഫീൽഡിനും ഓരോ മാർക്കുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്തിട്ട് വേണം ഫില്ല് ചെയ്യാൻ. അതായത് ഒന്നും വിട്ടു പോകരുത്, കാരണം ഓരോന്നിനും മാർക്കുകളുണ്ട്. ഇവിടെ മുതൽ ഇതിനെ നമ്മൾ ടെക്നിക്കൽ പ്രൊപ്പോസൽ സബ്മിഷൻ ഫോം എന്നാണ് പറയുക. നിങ്ങളുടെ ടെക്നിക്കൽ നോളജാണ് ഇവിടെ മെഷർ ചെയ്യുന്നതും വാലിഡേറ്റ് ചെയ്യുന്നതും. ഈ ഒന്നാമത്തെ കാണുന്ന സെക്ഷനും രണ്ടാമത്തെ കാണുന്ന സെക്ഷനും എല്ലാവരും ഫില്ല് ചെയ്യേണ്ടതാണ്. ഇതുവരെ ഇത്രയും എല്ലാവരും ഫില്ല് ചെയ്യണം. ഈ അഡീഷണൽ റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് FPO മാത്രം ഫില്ല് ചെയ്താൽ മതി. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും എല്ലാവരും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ എന്തെങ്കിലും സ്പെഷ്യൽ ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറസ്പോണ്ടിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇത്രയാണുള്ളത്. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യാം. ഞാൻ ആദ്യം എൻ്റെ പേര് കൊടുക്കുകയാണ്, ഏജ് കൊടുക്കുകയാണ്, സിറ്റിസൺഷിപ്പ് കൊടുക്കുകയാണ് ഇന്ത്യൻ. അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് എല്ലാവരും ഫില്ല് ചെയ്യുക, കാരണം ഓരോന്നിനും മാർക്ക് ഉള്ളതാണ്. ഏജ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷൻ ആണെന്നുള്ളത്. ഇത് FPO ആണെങ്കിൽ പോലും ഒരാളത് ഇത് ഫില്ല് ചെയ്യണം. നിങ്ങളേതെങ്കിലും FPOയിലെ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളുടെ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്ര വർഷത്തെ ഫാമിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് ഫില്ല് ചെയ്യണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഫർദർ ഫോർവേഡ് മാർക്കറ്റ്സുമായി ടൈപ്പോ കാര്യങ്ങളോ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് സെലക്ട് ചെയ്യാൻ. ഒന്നും ഇല്ലയെന്നാണെങ്കിൽ നിങ്ങളിത് ഒന്നും സെലക്ട് ചെയ്യാതെ വിട്ടാൽ മതി. ഉണ്ടെന്നാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഇൻ്റർനാഷണൽ ലെവൽ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇനി ഇല്ലയെന്നാണെങ്കിൽ അത് ഒഴിവാക്കി വിടുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മാക്സിമം സെലക്ട് ചെയ്യണം മാർക്കിന് വേണ്ടിയിട്ട്. കാരണം ഓരോ ലാൻഡും ഒരു പോയിന്റ് ഓഫ് ഇവാലുവേഷൻ ടെക്നിക്കൽ പ്രൊപ്പോസലിലെ മാർക്കാണ്. ദെൻ നിങ്ങളൊരു FPCയിലെ മെമ്പർ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഹൈടെക് ഫാമിംഗ് പ്രാക്ടീസസ്, അതായത് ന്യൂനതമായ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് ഫാം ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ അത് സെലക്ട് ചെയ്യുക. എന്തെങ്കിലും ഇന്നോവേഷനോ ഫാമിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ പരമ്പരാഗത കൃഷിയാണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഓർഗാനിക് ഫാമിംഗ് പ്രാക്ടീസസോ എന്തെങ്കിലും സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. റിന്യൂവബിൾ എനർജി അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ പ്രാക്ടീസസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് അത് കൊടുക്കാം. നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു മെമ്പറാണ് എന്തെങ്കിലും ഒരു സെൻറ്ററിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലൊക്കെ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇനി അല്ലാന്നാണെങ്കിൽ ഒന്നും കുഴപ്പമില്ലാതെ ലീവ് ചെയ്യാം. ഇനി ഒരു ഓർഗനൈസേഷൻ ചെയർമാൻ ആണെങ്കിൽ അതും സെലക്ട് ചെയ്യാം. ഒരു ബോർഡ് മെമ്പറൊക്കെ ആണെങ്കിൽ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്നുള്ളത് സെലക്ട് ചെയ്യണം. ദെൻ FPO ആണെങ്കിൽ മാത്രം ഇത് ഫില്ല് ചെയ്താൽ മതി. ഇൻഡിവിജ്വൽ ആൾക്കാർ ഇത് ഫില്ല് ചെയ്യേണ്ട. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, FPOയിലെയും ഒരാളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്യേണ്ടതാണ്. ഈ ഒരു ക്വാളിഫിക്കേഷൻ മാട്രിക്സ് എന്നുള്ളത് ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. ഇത് FPO ആണെങ്കിൽ മാത്രം ഫില്ല് ചെയ്താൽ മതി. ദെൻ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും 2 വർഷത്തെ അപ്ലോഡ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സക്സസ് എന്ന് പറഞ്ഞിട്ടൊരു പച്ച മെസ്സേജ് എഴുതി കാണിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, സംഭവം എല്ലാം ഓക്കെ ആണ്. ഞാനപ്പോൾ അത് കൊടുത്തത് എൻ്റെ സക്സസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. സോ എൻ്റെ ഫസ്റ്റ് ടെക്നിക്കൽ പ്രൊപ്പോസൽ സബ്മിഷൻ ഫോം ഓൾറെഡി എല്ലാം സേവ് ആയി സക്സസ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എങ്ങനെ RFPയിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഫിനാൻഷ്യൽ പ്രൊപ്പോസൽ സബ്മിഷൻ ഫോം എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് നിങ്ങൾ വർഷം ചൂസ് ചെയ്യണം. അതായത് എത്ര വർഷത്തേക്കാണോ നിങ്ങൾ ലാൻഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ചൂസ് ചെയ്യാം. ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 5 വർഷത്തേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഞാൻ എടുക്കുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ 2 ലാൻഡാണ്. അപ്പോൾ ഞാൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ മലപ്പുറത്തുള്ളതാണ്, കാഞ്ഞങ്ങാടുള്ള യൂണിറ്റ് കാണിക്കുന്നുണ്ട്. ഞാൻ മലപ്പുറത്തുള്ള ലാൻഡാണ് ഞാൻ നോക്കുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ വഴിക്കടവ് യൂണിറ്റ് 1 10 ഏക്കർ. ഞാൻ ആ യൂണിറ്റ് സെലക്ട് ചെയ്തു. ഇനി അതിന് ഞാൻ ഓരോ വർഷവും 5 വർഷമുണ്ട്, ഓരോ വർഷവും എത്ര എമൗണ്ട് വെച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒന്നാമത്തെ വർഷം 50,000, രണ്ടാമത്തെ വർഷം ഞാൻ 60,000 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, മൂന്നാമത്തെ വർഷം 70,000, നാലാമത്തെ വർഷം 75,000, അഞ്ചാമത്തെ വർഷം 80,000. ഇത്രയാണ് ഞാൻ ഓരോ വർഷം പ്ലാന്റേഷൻ കോർപ്പറേഷന് ഈ ഒരു ലാൻഡ് ലീസ് ചെയ്യുന്നതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത് എനിക്ക് ആഡ് ആക്കണമെങ്കിൽ ഇവിടെ ആഡ് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവില്ല, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ വഴിക്കടവുള്ള രണ്ടാമത്തെ യൂണിറ്റ് ഞാൻ സെലക്ട് ചെയ്യാം. യൂണിറ്റ് നിങ്ങൾ നമ്പർ ഓർഡർ പ്രകാരം സെലക്ട് ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിറ്റ് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ യൂണിറ്റ് 11 ആണ് സെലക്ട് ചെയ്തത്. പക്ഷേ ശ്രദ്ധിച്ചാൽ മതി, ഒരു യൂണിറ്റ് ആണ് 10 ഏക്കർ അത്രയേ ഉള്ളൂ. ഞാൻ ഇതിനും സെയിം എമൗണ്ട് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ചെറിയൊരു വേരിയേഷനിൽ 50,000 സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ രണ്ടാമത്തെ വർഷം ഞാൻ 55,000 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ 60,000 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെയും 60,000 തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ വർഷം
70,000 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ ടോട്ടൽ ബിഡ് വാല്യൂ ഈ ഒരു യൂണിറ്റിന് വേണ്ടിയിട്ടുള്ളത് 3,33,000. ഇവിടെ എൻ്റെ ടോട്ടൽ വാല്യൂ 2,95,000 ഇത്രയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും ഇപ്പം സപ്പോസ് ഈ ഒരു യൂണിറ്റിന് വേറൊരാളും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ എമൗണ്ടും മാർക്കും വെച്ചിട്ടാണ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. രണ്ടാമത്തെ ഒരു സബ് യൂണിറ്റ് ആണ്. ഞാൻ ഉദ്ദേശിച്ചൊരു ചെറിയൊരു സബ് യൂണിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ കൈപ്പുഴയിലുള്ള ഒരു സബ് യൂണിറ്റാണ് എടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എമൗണ്ട് ഏകദേശം 15,000 ഒന്നാമത്തെ വർഷം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ വർഷം 15,000 തന്നെ, മൂന്നാമത്തെ വർഷം അത് 20,000 ആക്കുന്നുണ്ട്, നാലാമത്തെ വർഷം 25,000, അഞ്ചാമത്തെ വർഷം 30,000. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പം 3 ലാൻഡ് സെലക്ട് ചെയ്തു. 2 യൂണിറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, യൂണിറ്റ് എന്ന് പറയുന്നത് 10 ഏക്കറിൻ്റെ ഒരു ലാൻഡ് പാർസലിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയാം. 5 ഏക്കറിൻ്റെ അല്ലെങ്കിൽ 10ൽ താഴെയുള്ള ലാൻഡ് പാർസൽസാണ് സബ് യൂണിറ്റ് എന്ന് പറയാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റ് കാണിക്കും, ഇന്നത്തെ ഡേറ്റ്. എൻ്റെ ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ടോട്ടൽ ഇവിടെ എല്ലാ ബിഡും കൂടെ ടോട്ടൽ എത്ര വാല്യൂ ഉണ്ടെന്നുള്ളത് ഇതെല്ലാം നിങ്ങൾ വായിച്ച് ഓക്കെ ആണ് കഴിഞ്ഞാൽ ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും, നിങ്ങളുടെ RFP സബ്മിറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ RFP ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. താങ്ക് യു.